2014 മോഡൽ VXi എങ്ങും കിട്ടാത്ത വിലക്ക് നിങ്ങൾക്ക് നമ്മൾ തരും. എങ്ങും കിട്ടാത്ത വിലക്ക് ഈ സ്വിഫ്റ്റ് ഫുൾ ഫിനാൻസ് ഇട്ട് നിങ്ങൾക്ക് നമ്മൾ തരും. ഡീസൽ വണ്ടി 24 മൈലേജ് കിട്ടുന്നത് വെറും ഒരു കൊടുത്തേക്കാം. 2015 മോഡൽ യെല്ലോ കളർ അട്രാക്ഷൻ കളർ ആയതുകൊണ്ട് മാത്രം. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടി VDI ആണ് വരുന്നത്. ഓഫർ വേണം 335 2021 335 2014 മോഡൽ എറ പ്ലസ് സിംഗിൾ ഓണർ 185 മാക്സിമം ഇതായിക്കോട്ടെ. അങ്ങനെ കുറക്കാനില്ല. ഇതിനാണ് കുറച്ച് കൊടുത്തത്. 25 രൂപ CC ഉണ്ട്. അത് നിലനിർത്തി നമുക്ക് കൊടുക്കാം. എത്ര സീറ്റാ ഇത്? 49 സീറ്റ്. AC അല്ലല്ലോ? AC അല്ല, AC ഓപ്ഷൻ ആണ്. വരുന്നത്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും പറയാൻ ആദ്യമായിട്ട് നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് തലയോലപ്പറമ്പ് ഓഫർ ഉണ്ടോ? നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഓഫർ കൊടുക്കും. മാക്സിമം ഓഫറുകൾ. എന്താണ് ഓഫർ ഉള്ളത്? എന്നൊക്കെ ഓഫർ എനിക്ക് വേണ്ടത്? എനിക്ക് എല്ലാ ഓഫറും വേണം. ഫുൾ ഫിനാൻസ് ഒക്കെ ഇട്ടിറക്കുന്ന വണ്ടികൾ മതിയോ? അത് മാത്രം പോരാ, പ്രൈസും കുറയണോ? പ്രൈസും കുറച്ച് കൊടുക്കാം. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്നതിലും റേറ്റ് കുറച്ച് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാവുന്ന വണ്ടികളും അല്ല പക്കാ ക്വാളിറ്റി വണ്ടികൾ. അതായത് കാരണം എന്താ പറയുക, ഞാൻ ഈ ഒരു ഭാഗത്ത് കോട്ടയത്തേക്ക് വരാനുള്ള കാരണം എന്താ പറയാ, നമ്മുടെ ഫോളോവേഴ്സ് കൂടുതൽ ആൾക്കാരും ഈ ഒരു കോട്ടയം, ട്രിവാൻഡ്രം, കൊല്ലം ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ വീഡിയോ ചെയ്യാത്തത് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കമന്റ് ചെയ്യണേ. പിന്നെ നിങ്ങളെ ജില്ലക്കാരാരാണ് അതും ഒന്ന് താഴത്ത് കമന്റ് ചെയ്യണം. വന്ന എന്തായാലും വെറുതെ ഞങ്ങൾ എടുക്കുന്ന വണ്ടികളൊക്കെ 100% ഗ്യാരണ്ടിയോട് പാർട്ടികൾ ഉപയോഗിക്കുന്ന വണ്ടി നമ്മളിവിടെ എടുത്തിരുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഇഷ്ടംപോലെ വലിയ വലിയ കച്ചവടക്കാരൊക്കെ ചെയ്യണ പോലെ 10, 30, 19 വണ്ടിക്ക് ഫിനാൻസ് പിടിക്കുന്ന വണ്ടികൾ ഈ ആടുകളിൽ നിന്നൊക്കെ എടുത്ത് ഓരോരുത്തർ ഇടാറുണ്ട്. അതായത് ഒരുമിച്ച് ഇത്ര വണ്ടികൾ എടുത്ത് ഡീസൽ വണ്ടികളൊക്കെ ഈ കിടന്നു പോകാൻ നേരത്ത് കംപ്ലൈൻസ് വരും, പേര് മാറാൻ പറ്റാണ്ട് വരും. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ എങ്ങും ഇല്ല, ഇതൊക്കെ 100% ഗ്യാരണ്ടിയാണ്. ഉറപ്പാണ്. നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരൊറ്റ ഓഫർ ഉണ്ടോ ഇല്ലയെന്ന് ഇപ്പം നോക്കി പറഞ്ഞതാ. ഈ ഒരു TUV 300 ആണ് വരുന്നത്, മഹീന്ദ്രന്റെ 7 സീറ്റർ വണ്ടി. ഇത് ഓഫർ കൊടുക്കും. 2016 മോഡൽ TUV T80 ഏറ്റവും കൂടിയ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടി. പ്രൈസ് ആണ് വരുന്നത് വെറും 4,85,000 രൂപ കൊടുത്തത്. 4,85,000. 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി. കൂടുതലൊന്നും ആയിട്ടുള്ള 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ്, മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞെടുക്കും. എല്ലാം ഉണ്ട്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഒരു മഞ്ഞക്കിളി വരുന്നുണ്ട്, റിഡ്സ് ഡീസൽ ആണ് വരുന്നത്. അതിന്റെ മുമ്പ് തന്നെ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു വമ്പൻ ചാകര. 10 ആൾട്ടോ ഇഷ്ടം പോലെ വണ്ടികൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ എല്ലാവർക്കും. നിങ്ങൾ ആൾട്ടോ നോക്കുകയാണെങ്കിൽ 2020 ആൾട്ടോ വരുന്നുണ്ട്. ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു മുതൽ ഇവിടെ ഇറക്കല്ലേ? ഫിനാൻസ് ഇട്ട് നമുക്ക് കൊടുക്കാന്നേ. ഫുൾ ഫിനാൻസ് 20 വേണ്ട. ഇത് കൊടുക്കാം, ഈ വണ്ടി കൊടുക്കാം, ഇതൊക്കെ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. എല്ലാവർക്കും ഓണം ഓഫർ. ഓണം എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ. ഓണം ഫ്ലൈ വീൽസിന്റെ ഒപ്പം. 2014 സ്വിഫ്റ്റ് എത്ര കൊടുക്കാം? 3,45 രൂപ. 3,45 കൊടുക്കാം. അത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് ഇതുവരെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് നല്ല കണ്ടീഷൻ വണ്ടി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എത്തിയോസ് വരുന്നുണ്ട്. ടാക്സി വണ്ടി നോക്കുകയാണെങ്കിൽ ഏകദേശം 12ഓളം ടാക്സി വണ്ടി വരുന്നുണ്ട് അല്ലേ? ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ടാക്സി വണ്ടികളും ഞാൻ ഒരു ഷോപ്പിലും കണ്ടിട്ടില്ല. ഉറപ്പായിട്ടും കിട്ടില്ല. CNG വരുന്നുണ്ട്, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി വരുന്നുണ്ട്. ഡിസൈർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എർട്ടിക വരുന്നുണ്ട്. നോക്കുന്ന ആളാണെങ്കിൽ 2023 ആൾട്ടോ വരെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾ ഡീസൽ വണ്ടി സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ 2019-2020 രജിസ്ട്രേഷൻ അല്ലേ? 2019 ലാസ്റ്റ് വെർഷൻ, ഡീസലിന്റെ ലാസ്റ്റ് വെർഷൻ വണ്ടി. ഓക്കെ, അതുകൊണ്ട് ഇവിടെ അവൈലബിൾ. മാക്സിമം ഓഫർ ആണ്. ഇനി ഓണം സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളെന്തോ TV ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. 5 TV ചിങ്ങമാസം വന്ന് ചിങ്ങമാസം 1 തൊട്ട് തിരുവോണത്തിന്റെ അന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന 5 പേർക്ക്, ആദ്യത്തെ 5 പേർക്ക്. ഈ ആദ്യത്തെ 5 പേര് നമ്മളെങ്ങനെ അറിയാം നിങ്ങൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാലോ? അങ്ങനെയല്ല, നമ്മൾ കൊടുക്കണ 5 പേരുടെയും ഡീറ്റെയിൽസ് ഇവിടെ ഫോട്ടോ സഹിതം എടുത്ത് നമ്മളിവിടെ ഇതാക്കും. ഇതിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് കാര്യം. എല്ലാവരും നമ്മൾ പ്രദർശിപ്പിച്ചേ ചെയ്യുള്ളൂ, അല്ലാണ്ട് വെറുതെ പറയണല്ല. അത് നമ്മളല്ല നറുക്കെടുക്കണത്. ഇവിടെ തിരുവോണത്തിന്റെ തലേന്ന് വന്ന ഒരു കസ്റ്റമർ കൊണ്ട് അവരെ കൊണ്ട് നമ്മൾ നറുക്കെടുപ്പിച്ചാൽ കൊടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് സ്പോട്ടോടെ വരുന്നത്. സ്പോട്ട് കറക്റ്റ് വരുന്നത് കോട്ടയം ജില്ലയുടെ എറണാകുളം ജില്ലയുടെയും മധ്യഭാഗത്തായ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നാടെന്ന് അറിയപ്പെടുന്നത്. അവിടെ ഫ്ലൈ വീലിൽ അമീൻ ഖാനെ കണ്ടാൽ മതി. അമീൻ ഖാന്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. അതേപോലെ തന്നെ തലയോലപ്പറമ്പിൽ നിന്ന് കോട്ടയം റൂട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡ് ഒരു 1 കിലോമീറ്റർ തലയോലപ്പറമ്പ് മെയിൻ സ്പോട്ടിൽ നിന്ന് കോട്ടയം റൂട്ട് 1 കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് 2 ഷോറൂം നമ്മുടെ കാണാം. ഇവിടെ നിന്ന് മിസ്സായാലും നിങ്ങൾക്ക് അവിടെ കാണാം, അവിടെ നിന്ന് മിസ്സായാലും ഇവിടെ കാണാം. അപ്പൊ നമ്മൾ എല്ലാവരോടും ഒരൊറ്റ കാര്യം പറയുന്നത്, എവിടുന്ന് വണ്ടി എടുക്കാനും പൂർണ്ണമായും ചെക്ക് ചെയ്യാം. പൂർണ്ണമായിട്ട് ചെക്ക്. ഞാൻ പറയല്ലോ, നമ്മളൊന്നും പറയണം, നമ്മൾ ആരും അഗ്രഗണ്യന്മാരല്ല. അതുകൊണ്ട് ഞാൻ പറയണ മാത്രം നിങ്ങൾ കൂട്ടാക്കി എടുക്കുകയും വേണ്ട. നിങ്ങൾക്ക് വിശ്വസ്തരായ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു മെക്കാനിക്കിനെ തന്നെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെടുക്കുക. ഇനി അത് പറ്റാണ്ട് നിങ്ങൾക്ക് ഇവിടെ കമ്പനി ഷോറൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഷോറൂമിൽ പോയി ചെക്ക് ചെയ്യണമെങ്കിൽ ഷോറൂമിൽ പോയി ചെക്ക് ചെയ്യുക.
നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മുടെ ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് ചെക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോ നിങ്ങൾ പൂർണ്ണമായും ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഫസ്റ്റ് വാങ്ങുന്ന 5 പേർക്ക് TV ആണ് തരാൻ പോകുന്നത്. അപ്പൊ ഇത് സ്പോട്ടും കാര്യങ്ങളൊന്നും മിസ്സാക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിൽ അങ്ങോട്ട് പോവാം. അമീൻ ബ്രോ, കോട്ടയം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്വിഫ്റ്റ് നിന്നാണ് തുടങ്ങാം. പെട്രോൾ ഒരുപാട് വണ്ടികളുണ്ട്, 10ഓളം സ്വിഫ്റ്റുകൾ കിടക്കുന്നുണ്ടല്ലേ. ഇതേതാ മോഡൽ വരുന്നത് ഈ സ്വിഫ്റ്റ്? 2014 മോഡൽ VXI. എങ്ങും കിട്ടാത്ത വിലക്ക് നിങ്ങൾക്ക് നമ്മൾ തരും. എങ്ങും കിട്ടാത്ത വിലക്ക് ഈ സ്വിഫ്റ്റ് ഫുൾ ഫിനാൻസ് ഇട്ട് നിങ്ങൾക്ക് നമ്മൾ തരും. നിങ്ങൾ തരും, ഉറപ്പായിട്ട് തരും. ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ്. കിലോമീറ്ററോ? 90,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എല്ലാം ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3.25 രൂപ. 3.25. ഫുൾ ലോൺ ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഇഗ്നിസ് ഞാൻ വേഗം കാണിക്കാനുള്ള കാരണം എന്താ വേറെ ഒന്നല്ല, ഒരുപാട് ആൾക്കാർ ഈ ഒരു ബ്ലൂ കളർ ഇഗ്നിസിനോട് പ്രൈസ് കൂട്ടാൻ നിൽക്കണ്ട. പ്രൈസ് കൂട്ടിയല്ല ഈ വീഡിയോ കഴിഞ്ഞ് വരാനും ചോദിച്ചിട്ടില്ല കേട്ടോ. ആ ഡീറ്റെയിൽസ് പറഞ്ഞേ. ഇത് 2017 മോഡല് 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ. സീറ്റാണ് ഏറ്റവും കൂടിയ ഓപ്ഷൻ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വന്നതാണ്. പെട്രോൾ വണ്ടി. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ്. എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഫുൾ ഫിനാൻസിൽ കൊടുക്കാം. 4 രൂപക്ക് ഫുൾ ഫിനാൻസ് കിട്ടിയ വണ്ടി. 4,50,000 ഏറ്റവും കൂടിയ ഇനി അതേപോലെ തന്നെ എത്തിയോസ് വരുന്നുണ്ട്. എങ്ങും കിട്ടാത്ത വിലക്ക് 2017 മോഡല് 2016 പെട്രോൾ അല്ല ഡീസൽ വണ്ടി. 24 മൈലേജ് കിട്ടുന്നത്. വെറും 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.70. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ. പ്രൈസ് ആണ് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ വെറും 5 രൂപക്ക് നമുക്ക് തരാം. 5.5 ലക്ഷം രൂപയ്ക്ക്. 5 രൂപക്ക് എത്ര ലോൺ കയറും? ഇത് നിങ്ങൾ പറയണ IDVക്ക് കസ്റ്റമർക്ക് 5 രൂപയും IDV ഇട്ട് നമുക്ക് ഫുൾ ലോണാണ് തരാൻ പറ്റുന്നത്. ലോൺ കൊടുക്കാം. വെറുതെ പറയണല്ലോ ഇതൊക്കെ. നമുക്ക് ഒരു ഓഫറിലുള്ള ഒരു സ്വിഫ്റ്റ് ഡീസൽ കാണിച്ചാലോ? ഓഫറിനുള്ള സ്വിഫ്റ്റ് ഡീസൽ കാണിക്കാമല്ലോ. ഏതാണ്? നമുക്ക് ആ റെഡ് കാണിച്ചാലോ? ഏറ്റവും ലാസ്റ്റ് ഡീസൽ വണ്ടി കേട്ടോ. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. ഇത് 20 രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡീസൽ വണ്ടിയാണ്. ഓക്കെ. ഇത് സിംഗിൾ ഓണർ വണ്ടി. വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന മൈലേജ് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടി ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ. 24 മൈലേജ് കിട്ടിയ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. ആപ്പടെ 55,000 ജെന്യുവിൻ കിലോമീറ്റർ. വണ്ടി ഇറക്കിയത് 13/1/2020. 2019 2020 രജിസ്ട്രേഷൻ. പ്രൈസ് ആണ് വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 6 രൂപ കൊടുത്തത്. 6 ലക്ഷം രൂപ. ലാസ്റ്റ് 6 ലക്ഷം രൂപയ്ക്ക്. 6 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് 7 സീറ്റർ വണ്ടി നോക്കിയാലോ? അത് ഓഫർ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. അത് ഓഫർ കൊടുക്കാനുള്ളതാ. പിന്നെ 2016 മോഡൽ TUV ഉണ്ട്. വാ 2016 മോഡൽ TUV. പിന്നെ അല്ല ഓണർഷിപ്പ് വരുന്നത് ഇത് 3rd ഓണർ വണ്ടി. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? അതായത് 3rd ഓണർ എന്ന് പറയാൻ നേരത്ത് സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരന് വിറ്റതായിരുന്നു. അങ്ങനെയാണ് 3rd ഓണർ ആയത്. അതായത് ഇടക്കുള്ള ഓണർ ഒരു നമ്മളെ പോലെ തന്നെ ഒരു കച്ചവടക്കാരനായിരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഒരു പാർട്ടി എടുത്താണ്. ആദ്യത്തെ ഓണർ ഒരു കച്ചവടക്കാരന് വിറ്റു. അതിന് കച്ചവടക്കാരനെ രണ്ടാമത്തെ ഓർഡർ എടുത്തു. അപ്പൊ ആദ്യത്തെ പുള്ളി പേര് മാറിയാണ് കൊടുത്തത്. കിലോമീറ്റർ എത്ര വരുന്നത്? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഓഫർ ആണെന്നാണ് പറഞ്ഞത്. പ്രൈസ് ആണ് വരുന്നത്. ഇത് നമുക്ക് വെറും 4.85 കൊടുക്കും. 4,85,000 രൂപ. എവിടെ കിട്ടും? ഫസ്റ്റ് വൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ 4.80 കൊടുക്കും. 4.80 എത്ര ലോൺ കയറും? ഫുള്ള് 5 രൂപ ലോൺ കയറും. 5 രൂപ ഫസ്റ്റ് വൈസിന്റെ ഇതിലൊക്കെ നോക്കിയാൽ 2016 TUV T8 5.25 രൂപ. 6 രൂപയ്ക്ക് കഴിക്കും. അപ്പൊ 4,80,000 രൂപ കിട്ടോ. അതേപോലെ തന്നെ അവിടേക്ക് പോണതിന് മുന്നേ ഞാനൊരു സാധനം അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് റേറ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഓഫർ ആണോന്നും അറിയില്ല. ഓഫർ ഇട്ട് കൊടുത്തേക്കാം. 2015 യെല്ലോ കളർ ഒരു അട്രാക്ഷൻ കളർ ആയതുകൊണ്ട് മാത്രം. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ വണ്ടി. VDI ആണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2015. ഓണർഷിപ്പ് വരുന്നത്? ഇതിന്റെ ഓണർഷിപ്പ് 3rd ആണെന്ന് തോന്നുന്നു. 3rd ഓണർഷിപ്പ്. കിലോമീറ്ററോ? ഇത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്. കാരണം ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു അട്രാക്ഷൻ ക്വാളിറ്റി ആയിട്ട് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 4 രൂപ കൊടുത്തേക്കാം. 4 ലക്ഷം രൂപയ്ക്ക്. 2015 ഡീസൽ. എത്ര ലോൺ കയറും? ഇതിനും കയറും 3 രൂപ ഉറപ്പായിട്ട് ലോൺ. ഒരു 50,000 ഉണ്ടെങ്കിൽ 50,000 ഈ സാധനം ഇറക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ്. ഇത് നമ്മൾ വരുന്നത്? ഇത് 2014 VDI. ഡീസൽ തന്നെ. 14 ഓഫറിന് കൊടുക്കും. ഓഫറിന് കൊടുക്കാനായിട്ട് 14 ആണോ 15 ആണോ? ഇത് 14 വണ്ടി.
ഓഫറിന് കൊടുക്കാനുള്ള 15 ഡീസൽ വണ്ടി ഉണ്ട് 2015 അപ്പുറത്ത് ഫുൾ ഫിനാൻസ് ഇട്ട് അതും കൊടുക്കാം അതും കൊടുക്കാം. അല്ല ഇത് കച്ചവടമായതാണോ? ഇത് കച്ചവടമായത് പന്തികൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ വന്നപ്പോഴാണ് അവർ ഓക്കെ. ഈ ഒരു വാഗണർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടി തന്നെ. ഓപ്ഷൻ വരുന്നത് VXI 86,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ള വണ്ടി സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് 4 രൂപ കൊടുത്തേക്കാം. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇതിനും കയറും 3,500 രൂപ ലോൺ. 3,500 ലോൺ കയറും. ഓക്കെ. ഇനി ഒരു ആൾട്ടോ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2020. 2020. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. വെറും 3,40 കൊടുക്കാം. 3,40. 2020 ആൾട്ടോ 3,40. ആൾട്ടോ ഒക്കെ തന്നെ 5-10 കിടപ്പുണ്ട്. 8 ആൾട്ടോ കിടപ്പുണ്ട് നമുക്ക്. ഓക്കെ. ഇതല്ല അപ്പുറം വേറെ ഉണ്ട്. അവിടേക്ക് നമുക്ക് പോവാണ്ട്. 2019 കിടപ്പുണ്ട്. ഈ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2014 സ്വിഫ്റ്റ് പെട്രോൾ. 2014 സ്വിഫ്റ്റ് പെട്രോൾ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? 83,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 4 രൂപ കൊടുക്കാം. 4 രൂപ. ഇനി എന്തെങ്കിലും പറയോ? അറേഞ്ച് ആകും. മാക്സിമം കുറച്ച് നിങ്ങളോട് പറയണല്ലേ. മാക്സിമം പൊട്ടിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഫുൾ ഫിനാൻസ് വരും. ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന സ്പാർക്ക്. ഇത് 2011 മോഡൽ സിംഗിൾ ഓണർ വണ്ടി തന്നെ. വെറും 30,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. എത്ര കൊടുക്കുമ്പോൾ ലാസ്റ്റ്? 1 രൂപ കൊടുത്തേക്കാം. 1 ലക്ഷം രൂപ. 2011 സിംഗിൾ ഓണർ വണ്ടി 30,000 കിലോമീറ്റർ ഓടിയ സ്പാർക്ക്. 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം രൂപ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാ പോണേ? ആ സ്വിഫ്റ്റ് നോക്കിയാലോ? ആ സ്വിഫ്റ്റ് നോക്കാമല്ലോ. പ്രൈസ് കുറയോ? അത് നമുക്ക് ചെയ്തു തരാം. ഡീസൽ ആണോ പെട്രോൾ ആണോ? 2012 മോഡൽ ഡീസൽ വണ്ടി. 2012 ഡീസൽ. ഇതിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 3rd ഓണർഷിപ്പ്. കിലോമീറ്റർ 130. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഈ ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല. അതായത് അകത്തോട്ട് ഷെല്ലിനോ കാര്യങ്ങളോ ഒന്നും പരിക്കില്ല. ഇങ്ങോട്ട് കാര്യങ്ങൾ പരിക്കൊന്നുമില്ല. ഈ ഡോർ മാത്രം കമ്പനി തന്നെ. ഇതായത് ഇൻഡസ്ട്രിയിലെ മാനേജറുടെ വണ്ടിയാണ്. 2012 ഡീസൽ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 3 രൂപ കൊടുത്തേക്കാം. 3 രൂപക്ക് 2012 ഡീസൽ വണ്ടി. മാക്സിമം കുറച്ച് പറയണ നിങ്ങൾ അന്വേഷിച്ചു. ഓക്കെ. 295 ഫൈനലി 2012 ഡീസൽ സ്വിഫ്റ്റ് അല്ലേ? മാക്സിമം ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? പിന്നെ ഐട്ടണ് ചെറിയ വില 2010 മോഡൽ ഐട്ടണ്. 2010 മോഡൽ ഐട്ടണ്. ഏതാ ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3rd ഓണർ. കിലോമീറ്റർ 86,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 135. 1,35,000. ഇതെന്ന് പറഞ്ഞാൽ 2013 മോഡല്. 2013. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ അല്ല, പെട്രോൾ വണ്ടി. VXI വണ്ടിയാണ്. ഓണർഷിപ്പോ? 2nd ഓണർ വണ്ടി. 75,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ. ഇതെന്ന് പറയാൻ നേരത്ത് നമുക്ക് 3,20,000 വരാം. 3,20,000. എത്ര ലോൺ കയറും? ഇതിനും കയറും 2.25-3 രൂപ ലോൺ കയറും. എന്തായാലും ലോൺ കയറും അല്ലേ? ഓക്കെ. ഈ ഒരു ആൾട്ടോ ഇത് 2020 വണ്ടി തന്നെ. 2020. ഏതാ ഓപ്ഷൻ വരുന്നത്? LXI. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ? ഇതും 60,000 കിലോമീറ്റർ ഓടുന്നു. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് 340 റേഞ്ച് വരാം. 340 തന്നെ. 2020 അല്ലേ? LXI മോഡൽ. ഓക്കെ. ഈ ഒരു ഡിസൈർ എങ്ങനെ ഡീറ്റെയിൽസ്? ടാക്സി ആണ് വരുന്നത്. പെർമിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എല്ലാം പക്ക. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതിന്റെ 2017 വണ്ടിയാണ്. 2017 ഡീസൽ വണ്ടി. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത്യാവശ്യം പ്രൈസ് ആണ് വരുന്നത്? ഇതെന്ന് പറയാൻ നേരത്ത് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആലോചിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാകളുള്ള പ്രൈസ് ആയാൽ മതി. അങ്ങനെയുള്ള ഇത് നമുക്ക് 4.25 4.25. 2017 ഡിസൈർ ടാക്സി ആയ വണ്ടി 4.25 രൂപ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ടാക്സി വണ്ടി. ഓക്കെ. അങ്ങനെ മേജർ ടാക്സി ഓട്ടം അങ്ങനെ ഓടിയതല്ല. ഇതൊരു കളക്ടറേറ്റ് കിടന്ന അവിടുത്തെ ചെറിയ ഓട്ടം. നമ്മുടെ ഗവൺമെന്റ് അത്യാവശ്യം ഓട്ടം കുറവുള്ള ഒരു ടാക്സി. പുറത്ത് ഔട്ട്സൈഡ് ഓടുന്ന ടാക്സി അല്ല. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നോക്കിയാ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നമുക്ക് എർട്ടിഗ ഹൈബ്രിഡ് ആണോ? ഹൈബ്രിഡ് വണ്ടി അല്ല, പക്ഷെ 2012 ആണ്. ഹൈബ്രിഡ് വണ്ടി വരാനുണ്ട്. ഇത് ഡീസൽ വണ്ടി. 3-4 പിന്നില്ലേ അത്യാവശ്യം മൈലേജ് കിട്ടും. ഇതൊക്കെ ഒരു 19 മൈലേജ് ഒക്കെ കിട്ടും. ഒരു 7 സീറ്റർ വണ്ടി 19 മൈലേജ് കിട്ടും. ഹൈബ്രിഡ് വണ്ടി ഉണ്ട്. ഹൈബ്രിഡ് വണ്ടിക്ക് ആകുമ്പോൾ നമുക്ക് 10, 22, 24 റേഞ്ച് വരെ മൈലേജ് കിട്ടും. ഓക്കെ. 2012 മോഡല്. ഇത് 2nd ഓണർ വണ്ടി. കിലോമീറ്ററോ? 99,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് നമുക്ക് വാറണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. എത്ര? 3 മാസത്തെ എഞ്ചിൻ വാറണ്ടി ഇട്ട് വണ്ടി ഞാൻ കൊടുക്കും. എന്താ? എഞ്ചിൻ ഫുള്ള് പണിതാ. പുതിയ പണിതാ. ഓക്കെ. പുതിയ പണിതാകുമ്പോൾ നിങ്ങൾ പൈസ കൂടുതൽ പറയോ?
പൈസ കൂടുതൽ പറഞ്ഞാൽ 3 മാസത്തെ എഞ്ചിൻ വാറണ്ടി ഫുള്ള് ഇതായി കൊടുക്കണതാണ്. എവിടെ കിട്ടും ഇതുപോലെ എന്ത് വന്നാലും എഞ്ചിന്റെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി. 3 മാസം എഞ്ചിൻ വാറണ്ടി 10,000 കിലോമീറ്റർ പുതിയ പറഞ്ഞ വണ്ടിയല്ലേ? എഞ്ചിൻ ഫുൾ ഇറക്കി പണിതേക്കണ. 1 ലക്ഷം രൂപ അതിന് വേണ്ടി ആക്കിയേക്കണം. 1 ലക്ഷം രൂപ മുകളിൽ കയറ്റിയിട്ടുണ്ട്. ആ ലക്ഷം നമ്മളെ മേത്തോട്ട് കയറ്റണം ചെറിയതായിട്ട്. അതായത് നമ്മൾ ഗ്യാരണ്ടി ഇട്ട് കൊടുക്കണത് അതുകൊണ്ട് തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് 4,000 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ 2012 പ്രൈസ് കൂടുതലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കൂടുതലാണ്. പക്ഷെ ഇത് പണിതുകൊണ്ട് എഞ്ചിൻ വാറണ്ടി ആയിട്ട് കൊടുക്കാണ്. 3 മാസം എഞ്ചിൻ വാറണ്ടി. ഇത്രയും പണിതേ ഉള്ളൂ, പണിത് ഇറക്കിയതേ ഉള്ളൂ. നമ്മൾ തന്നെ പണിത് ഇറക്കിയത്, അതുകൊണ്ട് ഇത്ര ഇതായിട്ട് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക. 2012 മോഡൽ സിംഗിൾ ഓണർ i20 മാഗ്ന ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി തന്നെ. സിംഗിൾ ഓണർ വണ്ടി 86,000 കിലോമീറ്റർ. 86,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് 2.25 രൂപ. 2.25. എത്ര ലോൺ കയറും? 2.50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാവുന്നതാണ്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാട്ടോ. സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 മോഡലിൽ ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടി. 2015 ലോ കിലോമീറ്റർ. എത്ര കിലോമീറ്റർ? ഇത് 50,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അലൈവില് കാര്യങ്ങളെല്ലാം കയറ്റിയേക്കണാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇതെന്ന് പറയാൻ നേരത്ത് നമുക്ക് 4,000 രൂപ വരാം. 4 ലക്ഷം രൂപ. 2015 4 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞ 2014 തന്നെ തേർഡ് ഓണർ വണ്ടി. 90 ഓടിയ വണ്ടിയും കിടപ്പുണ്ട്. 3.25 ഫുൾ ഫിനാൻസ് ഇട്ട്. അത് ഓരോ ക്വാളിറ്റിനനുസരിച്ചിട്ടും മോഡലിനനുസരിച്ചിട്ടും ചെറിയ മാറ്റം വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? ഇതൊക്കെ നമുക്ക് 50 രൂപ ഡൗൺ പേയ്മെന്റ് മതി കേട്ടോ. കൂടുതലൊന്നും വേണ്ട. 50 രൂപ മാക്സിമം. ഈ ഒരു ആൾട്ടോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2013. ഓൺഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്ററോ? 72,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന്റെ സത്യം പറയാൻ നോക്കിയിട്ടില്ല. റീപ്ലേസിന്റെ ഒരു സെക്കൻഡ് ഞാൻ നോക്കിയിട്ട് പറയാം. ഇത് 12 മോഡൽ 13 രജിസ്ട്രേഷൻ ആണ്. 12 മോഡൽ 13 രജിസ്ട്രേഷൻ. ഓക്കെ, കിലോമീറ്റർ എത്ര പറഞ്ഞത്? 72,000 കിലോമീറ്റർ. 72,000 കിലോമീറ്റർ അല്ലേ? റീപ്ലേസ് എന്തും കാണിക്കുന്നുണ്ടോ? 72 അല്ല, സോറി, ഇതിന്റെ 90 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1.85 കൊടുക്കാം. 1,85,000 രൂപ. ഓക്കെ, ലോൺ മാക്സിമം? ലോൺ 1.5 രൂപ വരെയൊക്കെ ലോൺ കയറും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ആൾട്ടോ നിങ്ങൾ ടാക്സി നോക്കേണ്ടത് 2023 ആൾട്ടോ 800 ആണ്. 2023 ആൾട്ടോ 800. അതായത് ഇപ്പം ഈ യൂബറൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. യൂബറൊക്കെ തന്നെ 16 മോഡലിലോട്ട് ആയിട്ടുണ്ട്. പോയിട്ട് 16 ആയെന്നിങ്ങനെ ആൾക്കാർ പറയണ ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, ആദ്യം 12ന്റെ ശേഷമുള്ള വണ്ടികളാണ് അറ്റാച്ച് ചെയ്യാൻ കഴിയുക. ഇപ്പൊ 16ന്റെ ശേഷം ആയിക്കണല്ലേ? പ്യുവർ പെട്രോൾ വണ്ടിയാണ് കേട്ടോ. വെറും 40,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 3.55. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ എല്ലാവരും കാണിക്കാൻ പോകുന്ന ആ ടാക്സി വണ്ടി അത് അവിടെ അല്ലേ? അതിന് മുന്നേ ഈ ഒരു മുതൽ കൊടുക്കാനുള്ളതാണോ? വണ്ടി ഇവിടെ ഫ്ലൈവീലിന്റെ നിൽക്കുന്നുണ്ടല്ലോ. കൊടുത്തേക്കാട്ടോ. എത്ര? അങ്ങനെയാണെങ്കിൽ പോയി നോക്കണല്ലോ. ഡീറ്റെയിൽസ് ഇരുന്നത്? ഇത് 2019 മോഡൽ വണ്ടിയാണ്. 2019 ബസ്സിന്റെ ആയതുകൊണ്ട് നിങ്ങൾ എടുത്തു പറയണം, എനിക്ക് കൂടുതൽ ചോദിക്കാൻ അറിയില്ല. ഓക്കെ, സെഡോൺ ആണ്. 160. ഓണർഷിപ്പോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്ററോ? 1,30,000 40,000 ആ റേഞ്ച്. 25 രൂപ CC ഉണ്ട്. അത് നിലനിർത്തി നമുക്ക് കൊടുക്കാം. ഓക്കെ, എത്ര സീറ്റാ? ഇത് 49 സീറ്റ്. 49 സീറ്റ്. AC അല്ലല്ലോ? AC അല്ല, AC ഓപ്ഷൻ ആണ്. AC ഓപ്ഷൻ ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്. ഇത് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹപ്പുറത്ത് എടുത്തേക്കണാണ്. എന്നാലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. നമ്മൾ വേറെ ഒരെണ്ണം പുത്തൻ വേണ്ടി നോക്കാൻ പ്രൈസ് ആണ് വരുന്നത്. 50 രൂപ കൊടുത്തേക്കാം. 50 ലക്ഷം രൂപ. 25 രൂപ നമ്മുടെ പേരിൽ തന്നെ ഫിനാൻസ് ഇട്ടേക്കണാണ്. ആ ഫിനാൻസ് നിർത്തി കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും ഒരു ബസ് നോക്കാൻ പോകുന്ന ആളാണെങ്കിൽ എനിക്ക് പ്രൈസും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഓക്കെ ആണെന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ചോളി അമീൻ ഖാനെ. നമ്മൾ നേരെ ആ ഒരു ഷോപ്പിലേക്ക് പോവുക. ഒരുപാട് ടാക്സികൾ നിരത്തി നിർത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നപ്പം ഒരുപാട് ടാക്സി വണ്ടികളല്ലേ? ടാക്സി വണ്ടി കാണിക്കുന്നതിന് മുന്നേ അമീൻ ബ്രോ, നമുക്ക് ഈ ഇന്നോവ തന്നെ തുടങ്ങാം. 10 രജിസ്ട്രേഷൻ ആട്ടോ. 2013 മോഡല് സെക്കൻഡ് ഓണർ വണ്ടി. 1,70,000 കിലോമീറ്റർ. 1,70,000 കിലോമീറ്റർ വണ്ടിയാണ് വരുന്നത്. സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഏതോ ഓപ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. അതെന്തോ താക്കോൽ ലോക്കായിട്ട് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറിയതാണ്. ഇത് മാത്രം മാറിയിട്ടുള്ളൂ അല്ലേ? G4 അല്ലേ വരുന്നത്? G4 ഉണ്ട്. പ്രൈസ് ആണ് വരുന്നത്? എന്ന് പറയുമ്പോൾ നമുക്ക് 7.25 രൂപയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഫൈനൽ പ്രൈസ് ആണ് പറഞ്ഞാൽ നിങ്ങൾ എന്നാ പിന്നെ കൊടുത്തേക്ക് 7,65,000. 7,65,000 രൂപയ്ക്ക് എത്ര ലോൺ കൊടുക്കും?
7 രൂപ ലോൺ കയറും. ഒരു 65,000 വണ്ടി വണ്ടി ബ്രോ. അടുത്ത ഒരു ടാക്സി സെലേരിയോ, ഒരു ബ്ലൂ കളറാണ് വരുന്നത്. സൂപ്പർ വണ്ടി, കിടക്കാച്ച വണ്ടി, ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നും ഇല്ലാത്ത 2016 മോഡൽ സിംഗിൾ ഓണർ സെലേരിയോ ടാക്സി VXi ആണ് വരുന്നത്. പെട്രോൾ ആണോ ഡീസൽ ആണോ? അല്ല, പെട്രോൾ ആണോ? പെട്രോൾ ഉണ്ട്, CNG ഉണ്ട്. അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും. അത്യാവശ്യം CNG ചുമ്മാ CNG 600 രൂപക്ക് അടിക്കുവാണെങ്കിൽ 200 കിലോമീറ്ററോളം ഇത് കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. അത്യാവശ്യം മൈലേജ് CNG. ഇത് വെറും നമുക്ക് 3,30,000 രൂപ കൊടുക്കും. 3,30,000 രൂപ കൊടുക്കാം. ഓക്കെ, സെലേരിയോ 2016 ടാക്സി എവിടെ കിട്ടും? 16 മോഡൽ കേട്ടോ, CNG ആണ്. പിന്നെ അതേപോലെ തന്നെ ഡിസൈർ ഏതാ മോഡൽ വരുന്നത്? ഡിസൈർ 2016 തന്നെ. 2016 ഡീസലോ പെട്രോളോ? ഇത് ഡീസൽ വണ്ടി. ഓൺഷിപ്പോ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഇത് 1,15,000 അങ്ങനെയുണ്ട്. ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിയാണ്, അവൈലബിൾ ആണ്. പ്രൈസ് ആണ് വരുന്നത്. ഇതെന്ന് പറയാൻ നേരത്ത് കസ്റ്റമറുടെ വണ്ടിയാണ്, പുള്ളി തന്നെ പാർക്കാൻ സെയിൽ കൊണ്ട് ഇട്ടേക്കണാണ്. ഇത് പുതിയ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് 3,50,000 രൂപ. 3,50,000 കൊടുക്കാം. എത്ര ലോൺ കയറും? ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 3 എന്തായാലും കയറും. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് ഈ ലോൺ കയറാൻ നേരത്ത്. സിവിൽ ട്രാക്ക് ഫുൾ ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ട്രാക്ക് എല്ലാം പക്കയാണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കയറും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോർഡിന്റെ. ഇത് 2018 ഫോർഡ് ആസ്പയർ. സിംഗിൾ ഓണർ വണ്ടി, ടാക്സിയാണ് വരുന്നത്. ടാക്സിയാണ്. 1,15,000 കിലോമീറ്റർ. 1,15,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് 3,45,000 രൂപ കൊടുക്കും. 3,45,000 രൂപ. നല്ല ക്ലീൻ പീസ് വണ്ടി. എത്ര ലോൺ? നമ്മളിവിടെ പൊട്ടോണ്ടികൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല വണ്ടികൾ മാത്രമേ എടുത്തിടാറുള്ളൂ. ഇതിന്റെ ആണെങ്കിൽ ഈ മിറർ പോയത് കഴിഞ്ഞ നമ്മുടെ പയ്യൻ ചാമ്പൊല്യൂഷൻ കഴിഞ്ഞിട്ട് എടുത്തോണ്ട് വന്ന വഴിക്ക് ഒരു ബൊലേറോക്കാരൻ കൊണ്ട് ഇടിപ്പിച്ചത്, ഇടിച്ചിട്ട് പോയതാണ്. അത് മാറണേ ഇനി. പ്രൈസ് എത്ര ലോൺ കയറും? ഫുൾ ഫിനാൻസ് കിട്ടും 3,40,000 രൂപക്ക് ഫുൾ ഫിനാൻസ് കൊടുക്കാം. ഈ ഒരു ആൾട്ടോ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇതെന്ന് പറയാൻ നേരത്ത് 2019 ആൾട്ടോയാണ്. 2019 LXi വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1,10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. അല്ല, ഇതിന്റെ ആണോ ഒരു ഡിക്കി റീപ്ലേസ് നോക്കട്ടെ. അല്ല, ഇതിന്റെ അല്ല, റീപ്ലേസ് ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ 2,90,000 രൂപ ഫുൾ ഫിനാൻസ്. 295 ഫുൾ ഫിനാൻസിൽ കൊടുക്കാം. 2019 മോഡൽ ആൾട്ടോ. ഞാൻ അതേപോലെ തന്നെ ഒരു ഒമനി വരുന്നുണ്ട്. 2019 മോഡൽ. 18 രജിസ്ട്രേഷൻ, 19 മോഡൽ ഒമനി. പെട്രോൾ അല്ല വരുന്നത്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്ററോ? 50,000 കിലോമീറ്റർ. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. നമുക്ക് 2,50,000 രൂപ കൊടുക്കും. 2,50,000 കൊടുക്കാം. എത്ര ലോൺ കയറും? അതൊക്കെ 2 രൂപ എന്തായാലും കയറും. 2 രൂപ എന്തായാലും കയറും അല്ലേ? ഈ ഒരു ഇത്തിയോസ് എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2016 മോഡല്. 2016 1,20,000 കിലോമീറ്റർ ആയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. റിയാണോ കേരള ആണോ? ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 5,85,000 കൊടുക്കാം. 2016 മോഡല് ടാക്സി. ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഇനി ഒരു 7 സീറ്റർ നോക്കുന്ന ഒരു എർട്ടിഗ, അതും ടാക്സി. ഏതാ മോഡൽ വരുന്നത്? 2016 മോഡല് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടി. ഇച്ചിരി മുമ്പ് നിങ്ങൾ ചോദിച്ചില്ലേ ഹൈബ്രിഡ് ആണോ? സ്മാർട്ട് ഹൈബ്രിഡ്. ഓക്കെ, 2016 ടാക്സിക്ക് ഹൈബ്രിഡും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി മൈലേജ് ഞാൻ പറഞ്ഞില്ലേ 22-24 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. ഓണർഷിപ്പ് വരുന്നത് ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഉള്ള വണ്ടി. കാര്യങ്ങളെല്ലാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പൈസ ഇതെന്ന് പറയാൻ നേരത്ത് നമുക്ക് 6 രൂപ വരാം. 6 ലക്ഷം രൂപയ്ക്ക് എത്ര ലോൺ കയറും? 5 രൂപ ലോൺ കയറും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു 7 സീറ്റർ ഇന്നോവ നോക്കുകയാണെങ്കിൽ അതും ടാക്സി. 2013 മോഡല് ടാക്സി വണ്ടിയാണ്. 2013 G4. ഓണർഷിപ്പ് ഇത് തേർഡ് ഓണർ ആണ്. കേരള ആണോ റീ ആണോ വരുന്നത്? ഇത് റീ വണ്ടിയാണ് കേട്ടോ. കിലോമീറ്ററോ? ഇതിന്റെ കിലോമീറ്റർ 1,3. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇതിന്റെ ഇല്ല, നോക്കട്ടെ. റീപ്ലേസ് ഒന്നുമില്ല കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 7,300 രൂപ കൊടുത്തേക്കാം. പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടേക്കണം വേണ്ടി. ഓക്കെ, 2013 ടാക്സി 7,300. ഫൈനലി എത്ര ലോൺ കയറും? ഇതിന് നമുക്കൊരു 6 രൂപ വരെയൊക്കെ ലോൺ കയറും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ഒരു ഈക്കോ ഓഫറിൽ പറഞ്ഞത് ഏതാ മോഡൽ പറഞ്ഞത്? 2016 മോഡൽ ഈക്കോ. വെറും 17,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. വെറും 17,000. 7 സീറ്റ് വണ്ടി. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടി. കമ്പനി വന്ന ടയർ കാര്യങ്ങളെല്ലാം എടുക്കണം. ഓക്കെ, 7 സീറ്റർ വണ്ടിയാണ്. ഈക്കോ പ്രൈസ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3,15,000 രൂപ കൊടുത്തേക്കാം. 3,15 ഫുൾ ലോൺ. 3 ലക്ഷം മസ്റ്റ് ആയിട്ട് കയറും. ഒരു 15,000 ഉണ്ട്. 17,000 കിലോമീറ്റർ ഓടി ഈക്കോ. കമ്പനി വന്ന ടയർ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും കിടക്കും. എല്ലാം പുതിയത്. ഇത് നമുക്ക് എങ്ങും കിട്ടാത്തവർക്ക് നിസ്സാര വരെ 2012 മോഡൽ ലിയോൺ എറാ പ്ലസ് സിംഗിൾ ഓണർ വണ്ടി. എപ്പം പറഞ്ഞു കേട്ടോ.
കിലോമീറ്റർ 60 അങ്ങനെ ആയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുള്ള് കമ്പനി സർവീസ് ഉള്ളത്. പ്രൈസ് ആണ് വരുന്നത് ഇത് 1,58,000 രൂപ വരാം. 1,58,000 രൂപ. 58? ആ, ഇനി എന്താ കുറച്ചിട്ട് മാക്സിമം ഇതാക്കി നമ്മൾ പറഞ്ഞല്ലേ. 1,55 കൊടുക്ക്. ഇനി എന്താ പറയാ അത്രയും ചെയ്യാനില്ല. അതൊക്കെ ഫുൾ ഫിനാൻസ് നമ്മൾ മാക്സിമം നിങ്ങളോട് ഇപ്പൊ ആ ഒരു എമൗണ്ടേ പറയാനല്ലോ, അല്ലാണ്ട് ഇപ്പോൾ കസ്റ്റമറോട് പറയണ പോലെ അല്ലല്ലോ നിങ്ങളോടൊക്കെ പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇത് 2021 മോഡലുണ്ട്. 2021 ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 25,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. ഒന്നുമില്ല, ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കാണ്. പ്രൈസ് ആണ് വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 3,45 രൂപ. 3,45. എത്ര ലോൺ കയറും? ഇതിന് നമുക്ക് 3 രൂപ 3,000 രൂപ ലോൺ കയറും. 2021 ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി തന്നെ. കിലോമീറ്റർ നമുക്ക് 3,500 രൂപ കൊടുക്കാം. 3,500 രൂപയ്ക്ക് 2021 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര വരുന്നത്? ഇതിന്റെ 45 50 അങ്ങനെ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 3 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ചെയ്ത് കൊടുക്കല്ലേ. ഓക്കെ. ഈ ഒരു സാൻഡ്രോ എങ്ങനെ? 2011 മോഡൽ സാൻഡ്രോ. 2011. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? അല്ല, ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് ഗ്ലാസ് അല്ലേ? ആ, ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1,40,000 രൂപ കൊടുക്കും. 1,40,000. ക്ഷീണിച്ചോ നിങ്ങള്? ക്ഷീണിച്ചിട്ടൊന്നുമില്ല. ഇത് നമുക്ക് 2019 മോഡൽ ആൾട്ടോ. 2019 ആൾട്ടോ. ഓണർഷിപ്പ് വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി, ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. കിലോമീറ്ററോ? ഇതിന്റെ 1,10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇതിന് ഡിക്കി മാത്രം റീപ്ലേസ്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയർ അല്ല, ഇതിന്റെ അല്ല, വേറെ മറ്റേ വണ്ടിയാണ്. ഈ ഒരേ ടൈപ്പ് തന്നെ 4 കിടപ്പുണ്ടായിരുന്നു. ഇതിന്റെ 2 കൊണ്ടുണ്ട്. ഇതിന് നമുക്ക് 2019 മോഡൽ സിംഗിൾ ഓണർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള 2,95,000 രൂപ ഫുൾ ഫിനാൻസ് കൊടുക്കുക. ഈ ഒരു ഇയോൺ എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2014 മോഡൽ ഇയോൺ. 2014. ഇറാണോ മാഗ്നാണോ? എറ. ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്ററോ? സെക്കൻഡ് അല്ല, ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 85,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ 1,85 കൊടുക്കും. 2014 മോഡൽ എറ പ്ലസ് സിംഗിൾ ഓണർ 1,85 മാക്സിമം ഇതാക്കി കൊടുക്കും. അങ്ങനെ കുറക്കാൻ ഇതിലില്ല. ഇതിനാണ് കുറച്ച് കൊടുത്തത്. 2017 മോഡൽ ലിയോണാണ്. സിംഗിൾ ഓണർ വണ്ടി തന്നെ. അല്ല, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 71,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2,50,000 രൂപ കൊടുക്കാം. 2,50,000 രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് അത് 2017 ഐറ്റൺ തന്നെ. 2017 ഐറ്റൺ. പെട്രോൾ ഗ്രാൻഡ് ഐറ്റൺ. ഓണർഷിപ്പ്? അത് സിംഗിൾ ഓണർ വണ്ടി തന്നെ. കിലോമീറ്റർ? അതും 73,000 കിലോമീറ്ററോ 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 3,60,000 രൂപ കൊടുക്കാം. 3,60,000 എന്തായാലും കൂടി ഇതിന് കുറച്ച്. എത്ര ലോൺ കയറും? ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ള് കയറും. ഫുള്ളാണ് ചെയ്ത് കൊടുക്കുക അല്ലേ? ഞാൻ പറയാം, ട്രാക്ക് കാര്യങ്ങളുള്ള കസ്റ്റമേഴ്സ് ആണ് ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ കയറും. അല്ലാത്തവർക്കാണെങ്കിലും ഒരു 10, 30 രൂപ 50 രൂപ മാക്സിമം ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാം. ഡിസയർ 2016 മോഡൽ സിംഗിൾ ഓണർ ഡിസയർ. 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഉഷാർ കുടിക്കണം. ഉഷാർ വണ്ടി. ഇത് പറഞ്ഞാൽ 4,85 നമുക്ക്. 4,85,000 രൂപക്ക് 16 മോഡൽ ഡിസയർ. 10-24 മൈലേജ് കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. 4,000 രൂപ വരെ കിട്ടും. 2012 മോഡൽ റിറ്റ്സ് VDI ഡീസൽ ആണ് വരുന്നത്. ഡീസൽ വണ്ടി. ഓണർഷിപ്പ് വരുന്നത്? ഇത് സെക്കൻഡ് ഓണറോ തേർഡ് ഓണറോ അങ്ങനെ എന്താണ്. കിലോമീറ്ററോ? ഇത് 1,00,000 കിലോമീറ്റർ വേണ്ട. റീപ്ലേസ് ഒന്നുമില്ല. 2,50,000 രൂപ കൊടുക്കാം. നിസാരമല്ല. 2,50,000 നോക്കിക്കോ, ഞാൻ വെറുതെ പറയണല്ലോ. 2,50,000 രൂപ കൊടുക്കാം. ഇത് 2017 മോഡൽ ഗ്രാൻഡ് ഐറ്റം തന്നെ. 60,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി. 60,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. 3,90,000. ഇതിന്റെ ഓട്ടോമാറ്റിക്കും കിടപ്പുണ്ട് കേട്ടോ. ഗ്രാൻഡ് ഐറ്റം 2016 മോഡൽ താഴെ കിടപ്പുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 4,25,000 രൂപ ആ വണ്ടി. ഇത് ലാസ്റ്റ് വണ്ടിയാണ്. ആൾട്ടോ. ഇത് 2021 ആൾട്ടോ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 3,35. 2021 3,35. ആൾട്ടോ 800 ഇങ്ങനെ തരാൻ പോകുന്നത് 2021 3,35,000 രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്തു. എത്ര വണ്ടി ചെയ്ത് നമ്മളിപ്പോ ഒരു 10-70 വണ്ടി.
ചെയ്തല്ലേ? അത് കൂടാതെ ഇനി ഒരുപാട് വണ്ടികൾ 100 വണ്ടിയോളം നമ്മൾ ഇനി ടോട്ടൽ ഇവിടെ കയറാനുണ്ടായിരുന്നു. ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് കയറാനുണ്ട്. കാറ്റലോഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവർ തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഏതായിരുന്നു? ഫ്ലൈവീൽസിന്റെ തന്നെ യൂട്യൂബ് ചാനലുണ്ട്. ലിങ്കിന്റെ താഴെ ഇടാം. നമുക്ക് ഒരു 10-35 വണ്ടിയോളം നമ്മുടെ പുറത്ത് കിടപ്പുണ്ട് ഓൾറെഡി ഇതായിട്ട്. അപ്പൊ ടാക്സി വണ്ടികൾ ഇത്രക്കും കൂടുതൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്മളെല്ലാം ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതായത് മാരുതിയുടെ ഹുണ്ടായുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു രീതിയിലുള്ള വണ്ടികളാണ് നമ്മളിവിടെ എടുത്തിട്ടേക്കുന്നത്. ഒരു വണ്ടി നമ്മളിവിടെ എടുത്തിട്ട് ഇതാവാണ്ടിരിക്കാറില്ല, അപ്പൊ കൊടുത്ത് വിടുവാണ്. അതായത് പറഞ്ഞാൽ ഇത്രയും വണ്ടികൾ ഇറക്കി വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് മറ്റേ വണ്ടികളും കൂടി കയറ്റാൻ. അതാണ് ഈ ഓഫറിൽ അടിച്ചു എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ സ്പോട്ട് മറക്കണ്ട. നമ്മളെ എറണാകുളത്തിന്റെയും കോട്ടയത്തിന്റെയും സെൻട്രലായിട്ട് തലയോലപ്പറമ്പ് ഫ്ലൈവീല് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതിൻ്റെ അടി അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം. എല്ലാ വണ്ടികളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അതിൽ ഇട്ടേക്കാം. അപ്പൊ എല്ലാവരും സഹകരിക്കുക കേട്ടോ. എല്ലാവരും അമീൻ ബ്രോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഹാപ്പി അല്ലേ? കോട്ടയം ജില്ലയിൽ വന്നിട്ട് ഒരു ഇതൊന്നുമില്ലല്ലോ, ഷറല്ലേ? വീഡിയോ കണ്ടവനെ എല്ലാവർക്കും നമ്മൾ ഓഫർ ഇട്ടുള്ള സാധനം കൊടുത്തേക്കാം. ഉറപ്പായിട്ടും 5 പേർക്ക്, ആദ്യം തന്നെ 5 പേർക്ക്. ഒരു നമ്മുടെ കഴിയാവുന്ന ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കണം, അല്ലാണ്ട് വലിയ ഇതായിട്ട് കൊടുക്കണമെന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം വന്ന 5 പേർക്ക് നിഷ്പക്ഷമായിട്ട് ആദ്യത്തെ 5 കസ്റ്റമേഴ്സിന് 32 ഇഞ്ചിന്റെ ഒരു LED TV നമ്മുടെ ഒരു ചെറിയ ഓണ സമ്മാനമായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. See you.